നിങ്ങളുടെ വാഹനത്തിന് എന്തുകൊണ്ട് ഒരിക്കലും മിസ്റ്റ് പിടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് സ്പെയർ ചെയ്യാൻ ആരുടെയും കയ്യിലില്ല. ഞാൻ ആരെയും കുറ്റം പറയല്ല, സത്യസന്ധമായിട്ടൊരു കാര്യമാണ് ഇപ്പം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. ആവശ്യമുള്ളവർ മാത്രം ഇതിരുന്ന് കാണുക. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻസ് വന്നതും പലരും എന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും കൂടെ കൂട്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാനിന്നിപ്പോൾ ചെയ്യുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കുന്ന ഒരു വീഡിയോ. വാഹനം ഓടിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് അഥവാ സൈഡ് ഗ്ലാസ്സുകളിലെല്ലാം മിസ്റ്റ് പിടിക്കുന്ന ഒരു പ്രശ്നം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു 10 മിനിറ്റുള്ളൊരു വീഡിയോ, അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ എങ്ങനെ മിസ്റ്റ് പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മിസ്റ്റ് പിടിക്കാതിരിക്കാൻ എന്ത് വഴി ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും മിസ്റ്റ് പിടിക്കില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് 90% ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ലെങ്തിയാണ്, ഇത്രയും ലെങ്തി ആയിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരിക. ഞാൻ ജസ്റ്റ് ആ വീഡിയോ 1 മിനിറ്റ് കൊണ്ടൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഒരു വാഹനത്തിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സ്പീഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ടെമ്പറേച്ചർ ഇതാണ്, സ്പീഡിൻ്റെ ഇതാണ്, ഇത് നമുക്ക് പൊസിഷൻ ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് മിസ്റ്റ് പിടിക്കാതിരിക്കേണ്ടത് എന്നുള്ളത് ഒറ്റ കാര്യം നോക്കിയാൽ അത് മിസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി കയറി കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് സ്പീഡ് ഇടുക, അത് കഴിയുമ്പോഴത്തേക്ക് ഹീറ്റിൻ്റെ ഇത് ഈ ഒരു പോയിന്റിലോട്ട് ഇടുക, ഇതെല്ലാം ബാക്കി അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ മിസ്റ്റ് പിടിക്കത്തില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് നിൽക്കും. പക്ഷേ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. രാകേഷ് എം ജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല, എല്ലാവരെയും നോക്കിയിട്ടാണ്. കോമൺ ആയിട്ട് വാഹനം ഓടിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ബേസിക് തൊട്ട് പഠിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാകണം എന്താണ് കാര്യം എന്നുള്ളത്. അറിയാവുന്നവർ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ആരോടും പറയുന്നില്ല ഇരുന്ന് കാണാൻ, ആവശ്യക്കാർ കാണുക, അത്രേ ഞാൻ പറയത്തുള്ളൂ. വളരെ കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവരിത്തിങ് ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതായത് എന്തിനാണ് ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഫാനിൻ്റെ സ്പീഡ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് പൊസിഷൻ നോബ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് നേരം ഇരുന്ന് കമൻസ് വായിച്ചു. അതിൽ കുറച്ച് പേര് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. അവർ പറയുന്നുണ്ട് 10 മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്പെയർ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട എന്ന് അതിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു, രാകേഷേ നല്ല വീഡിയോ, അതായത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മതി, അറിയാൻ മേലാത്തവർ കാണട്ടെ. ഇതിപ്പോൾ ഒരാൾ കമൻറ്റ് കൊടുത്തു, എന്നാൽ ചറ പറ എന്ന് പറഞ്ഞ് പിന്നെയും ബാക്കിയുള്ളൊരു കമൻറ്റ് കൊടുത്തിട്ട് എനിക്കറിയാൻ മേലെ ഇതിൻ്റെ ഗുണം എന്താ കിട്ടുന്നത്. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, കമൻറ്റ് കൊടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ കമൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്നുള്ളത്. കാരണം വെറുതെ AC-യുടെ നോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മിസ്റ്റ് വരത്തില്ലെന്നല്ല, അത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ത്, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് എന്തുകൊണ്ട് ഒരിക്കലും മിസ്റ്റ് പിടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ആ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ സമയം കൂടുതലുണ്ടെന്നുള്ള എൻ്റെ കുറ്റമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഞാൻ കഴിവതും ഒരു സംശയമാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോയിന്റും ആ വീഡിയോയ്ക്കകത്ത് തന്നെ കവർ ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. അതിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിലും കവർ ചെയ്യാത്ത ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇനിയും നമ്മൾ ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്തായാലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഇനി കമൻറ്റ് ചെയ്താൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വലിച്ചു നീട്ടുന്നു എന്നുള്ളതല്ല, ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലാവണം. ഞാൻ ചെയ്യുന്ന ഏതൊരു വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് ബേസ് തൊട്ട്, അതായത് ആ കാര്യം എന്താണ്. ഇപ്പോൾ ഒരു സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ ഓഡിയോ കൺട്രോളിനെ കുറിച്ച് പറയുകയാണ്, അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ മാക്സിമം ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകാറുണ്ട്, അത് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യും. കാരണം നമ്മളിപ്പം പഠിച്ചല്ല ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പഠിച്ചല്ല, ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അതുപോലെ നോക്കി വായിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റ് വിട്ടുപോകും, ചിലപ്പോൾ 2 പോയിന്റ് വിട്ടുപോകും. അത് അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യും. MG@Explore എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൽ നിന്നൊരു വീഡിയോ കണ്ടുപിടിക്കാൻ പാടാണ്, 3000-ന് മേളിൽ വീഡിയോസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് പ്ലേലിസ്റ്റ് കയറുക, പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ്, ക്ലച്ച് റിലേറ്റഡ് ആയിട്ടാണോ, അതോ സ്റ്റിയറിംഗ് റിലേറ്റഡ് ആയിട്ടാണോ, അതോ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടാണോ, ഇങ്ങനെ ഞാൻ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നോക്കി നിങ്ങളുടെ ആവശ്യമുള്ള ഏതാണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ കുറിച്ച് നോക്കുക. എല്ലാ കാര്യത്തിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി
80% വാഹനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കംപ്ലൈൻറ്റ്സ് എനിക്ക് കിട്ടുന്നത്, പലരും വിളിച്ചു ചോദിക്കുന്ന കംപ്ലൈൻറ്റ്സ്, പലതും ഞാൻ നേരിട്ട് ഫേസ് ചെയ്യുന്ന കംപ്ലൈൻറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ അഥവാ ഫേസ്ബുക്കിലാണെന്ന് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. സപ്പോർട്ട് ചെയ്യുന്നവർ കൂട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.